നമസ്കാരം. ആറ്റുകാൽ ഭഗവതിക്ക് മുമ്പിൽ ശാസ്ത്രം മുട്ടുമടക്കിയ കഥ നിങ്ങൾക്കറിയാമോ? ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഭഗവതിക്ക് മുന്നിൽ ശാസ്ത്രം മുട്ടുമടക്കിയ കഥ. നമുക്ക് നോക്കാം. ഒരിക്കൽ കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമ മധ്യത്തിൽ പുണ്യഭൂമിയായി ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവം വീണ്ടും അരങ്ങേറുകയാണ്. അപ്പോൾ അങ്ങനെ പൊങ്കാല മഹോത്സവം അരങ്ങേറുമ്പോൾ നാം പലരും വിസ്മരിക്കുന്ന ഒന്നാണ് ആധുനിക ശാസ്ത്രത്തെ തറപറ്റിച്ച പൊങ്കാലയുടെ മാഹാത്മ്യം. അതാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പലർക്കും അറിവില്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങളോട് വിശദീകരിക്കാനായിട്ട് നിൽക്കുന്നത്. 2007 സംഭവം നടന്നത്. ഭാരതത്തിലെ പ്രധാന നഗരങ്ങളിൽ വായു മലിനീകരണം അളക്കാൻ ലോകബാങ്ക് സഹായത്തോടെ അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയും IIT ചെന്നൈയും ചേർന്ന് ഒരു ഗവേഷണ പ്രോജക്റ്റ് നടത്തുന്ന സമയം ഡൽഹി, ബോംബെ, ചെന്നൈ എന്നീ നഗരങ്ങളെ അപേക്ഷിച്ച് കാർബൺ മോണോക്സൈഡ്, അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ്, സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്നീ മാരക വിഷവസ്തുക്കൾ താരതമ്യേന കൂടുതലാണ് തിരുവനന്തപുരത്ത് എന്ന് ഗവേഷകർ കണ്ടെത്തി. എല്ലാ ആഴ്ചയും പരിശോധിക്കുമ്പോൾ പൊല്യൂഷൻ റീഡിങ്സ് ഒരുപോലെ തന്നെ 5% to 10%, കൂടുതൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പൊല്യൂഷൻ മീറ്റർ പ്രവർത്തനരഹിതമായതായി കണ്ടെത്തി. റീഡിംഗ് ഒന്നും ലഭിക്കുന്നില്ല. എല്ലാ പൊല്യൂഷൻ റീഡിങ്സും 0. വിഷണരായ ഗവേഷകർ ഉപകരണത്തിൻ്റെ നിർമ്മാതാക്കളായ സീമെൻസ് കമ്പനിയെ വിളിച്ച് വിവരം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, കേടുവന്ന പൊല്യൂഷൻ മീറ്ററുകൾ റിപ്പയർ ചെയ്യാൻ നിങ്ങൾ വരണമെന്നാവശ്യപ്പെട്ടു. അവരുടെ ടെക്നീഷ്യൻ ഉടനെ തന്നെ വിമാനത്തിലെത്തി റിപ്പയർ പണി തുടങ്ങി. പക്ഷേ സീമെൻസ് ടെക്നീഷ്യൻ എത്ര പരിശ്രമിച്ചിട്ടും യന്ത്രങ്ങൾക്ക് ശരിക്ക് പ്രവർത്തിപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ്. അദ്ദേഹം മുംബൈയിലെ സീമെൻസ് ചീഫ് എഞ്ചിനീയറെ വിളിച്ച് വിവരമറിയിച്ചു. ടെക്നീഷ്യൻ്റെ കഴിവുകേടിൽ ക്രുദ്ധനായ അദ്ദേഹം ഉടനെ അടുത്ത വിമാനത്തിൽ സഹായികളും വേണ്ട യന്ത്രസാമഗ്രികളുമായി തിരുവനന്തപുരത്ത് എത്തി. 2 ദിവസം ഉറക്കമില്ലാതെ പരിശ്രമിച്ചിട്ടും ഉപകരണത്തിലെ തകരാറ് പരിഹരിക്കാനായില്ല. എന്തൊക്കെ ചെയ്തിട്ടും പൊല്യൂഷൻ മീറ്ററിൽ റീഡിംഗ് ഒന്നുമില്ല. എല്ലാ റീഡിങ്സും 0 തന്നെ. സീമെൻസ് കമ്പനി ധർമ്മസങ്കടത്തിലായി. ഗവേഷണ പ്രോജക്റ്റിൽ തടസ്സം വന്നതിനാൽ മിഷിഗൺ സർവകലാശാലയും IIT ചെന്നൈയും നിത്യേന സീമെൻസ് കമ്പനിയെ ഫോൺ വിളിച്ച് ദേഷ്യപ്പെടുകയാണ്. ഗത്യന്തരമില്ലാതെ കമ്പനിക്കാർ സീമെൻസ് കമ്പനിയുടെ ഹോങ്കോങ് ഓഫീസിനെ അറിയിച്ചു. എത്രയും പെട്ടെന്ന് വരാൻ അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടനെ മറ്റെല്ലാ പണികളും മാറ്റിവെച്ചൊരു വലിയ ബോയിങ് 737 വിമാനം പ്രത്യേകം ചാർട്ടർ ചെയ്ത് വലിയ എഞ്ചിനീയറിംഗ് സംഘവും യന്ത്രങ്ങളുമായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. രാത്രി തന്നെ റിപ്പയർ പണി തുടങ്ങി. കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാനായില്ല. മിടുക്കനായ അവരുടെ ജർമ്മൻ എഞ്ചിനീയർക്ക് ഒരു ഉപായം തോന്നി. തിരുവനന്തപുരത്തെ കേടായ ഉപകരണം എടുത്ത് കമ്പനി വിമാനത്തിൽ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. കേടായ ഉപകരണം ബാംഗ്ലൂരിൽ ശരിയായി പ്രവർത്തിക്കുന്നു. എന്തൊരതിശയം! എന്തുകൊണ്ടാണ് യന്ത്രം തിരുവനന്തപുരത്ത് കേടുവന്നതെന്നും അത് ബാംഗ്ലൂർ കൊണ്ടുവന്നപ്പോൾ എങ്ങനെ ശരിയായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നും മിടുക്കനായ എഞ്ചിനീയർക്കും മനസ്സിലായില്ല. ജർമ്മൻ എഞ്ചിനീയർ ഉടനെ ബാംഗ്ലൂരിലുള്ള ശരിയായി പ്രവർത്തിക്കുന്ന ഉപകരണം എടുത്ത് തിരുവനന്തപുരത്ത് വന്നു. വീണ്ടും ആശ്ചര്യം. ഉപകരണം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇതെന്ത് കഥ? സീമെൻസ് കമ്പനി ഞെട്ടി. വീണ്ടും പൊല്യൂഷൻ മീറ്ററിൽ റീഡിംഗ് നോക്കി. ഒന്നുമില്ല. എല്ലാ റീഡിങ്സും 0 തന്നെ. സീമെൻസ് കമ്പനിക്കാർ വിഷമത്തിലായി. ഹോങ്കോങ്ങിലെ ടെക്നിക്കൽ ഡയറക്ടർ എഞ്ചിനീയർമാരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ടെക്നിക്കൽ വിദഗ്ധർ കരയാൻ തുടങ്ങി. ചീഫ് എഞ്ചിനീയറിംഗ് രാജിവെക്കാൻ ഒരുങ്ങി. ആകെ കരച്ചിലും ബഹളവും. സീമെൻസിലെ മിടുക്കനായ ജർമ്മൻ എഞ്ചിനീയർ അപ്പോഴാണ് ശ്രദ്ധിച്ചത്, പരിസരത്ത് മുഴുവൻ സ്ത്രീജനങ്ങൾ റോഡരികിൽ അടുപ്പ് കൂട്ടി എന്തോ പാചകം ചെയ്യുകയാണ്. എന്താണ് സംഗതി എന്ന് ആരാഞ്ഞപ്പോൾ മനസ്സിലായി, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതിയുടെ പൊങ്കാല മഹോത്സവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൗതുകം തോന്നിയ ജർമ്മൻ എഞ്ചിനീയർ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ആശ്രയിപ്പോർക്ക് അഭയമരുളുന്ന സർവാഭിഷ്ട ദായിനിയായ ജഗദാംബികയ്ക്കുള്ള വഴിപാടാണ് അതെന്ന്. അപ്പോൾ ജഗദാംബികയ്ക്ക് വഴിപാട് നടത്തുന്ന ആറ്റുകാൽ പൊങ്കാല വളരെ വിശിഷ്ടമാണ് കേട്ടോ. പൊങ്കാലയിട്ട് ആത്മസമർപ്പണവുമായി ആത്മനിർവൃതിയിൽ നിൽക്കുന്ന എൻ്റെ പ്രിയ സഹോദരി ബീന. അപ്പോൾ ഇങ്ങനെ പൊങ്കാല മഹോത്സവത്തിൻ്റെ പ്രാധാന്യം അപ്പോഴാണ് ജർമ്മൻ എഞ്ചിനീയർക്ക് മനസ്സിലായത്. ഉടനെ തന്നെ സീമെൻസ് എഞ്ചിനീയർ ആറ്റുകാലിലെ മുഖ്യ തറവാടായ മുല്ലുവീട്ടിലെ കാരണവരെ കാണാൻ പോയി. തങ്ങളുടെ വില കൂടിയ ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നും
തങ്ങൾ വളരെ വിഷമത്തിലാണെന്നും അദ്ദേഹത്തിനോട് ബോധിപ്പിച്ചു. ഒരു ചെറു മന്ദഹാസത്തോടെ മുല്ലുവീട്ടിൽക്കാരനവർ വിശദീകരിച്ചു. പാതിവൃത്യത്തിൻ്റെ പ്രതീകമായ കണ്ണകിയുടെ അവതാരമാണ് ആറ്റുകാൽ ഭഗവതി എന്നും മധുര നഗര ദഹനത്തിന് ശേഷം കന്യാകുമാരിയിലൂടെ കേരളക്കരയിൽ പ്രവേശിച്ച കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിൽ തങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ ഭഗവതിക്ക് പൊങ്കാല കൊണ്ടാടുമ്പോൾ അന്തരീക്ഷത്തിൽ വായു മലിനീകരണമൊന്നും ഉണ്ടാകാറില്ല. ഇതാണ് സത്യം. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം ഭഗവതിക്ക് പൊങ്കാല നിവേദിക്കുമ്പോൾ അടുപ്പിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നീ വാതകങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. പകരം അന്തരീക്ഷത്തിൽ നിന്ന് വിഷവാതകങ്ങൾ വലിച്ചെടുത്ത് ശുദ്ധമായ ഓക്സിജൻ പുറത്തുവിടുന്നു. ഇത് കാരണം അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാവുകയേയില്ല. നിങ്ങളുടെ സീമെൻസ് ഉപകരണങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇവിടെ മലിനീകരണം ഒട്ടും ഇല്ലാത്തതിനാലാണ് നിങ്ങളുടെ ഉപകരണത്തിൽ 0 റീഡിംഗ് ലഭിക്കുന്നത് എന്ന് മുല്ലുവീട്ടിൽക്കാരനവർ വിശദീകരിച്ചു. ജർമ്മൻ എഞ്ചിനീയർക്ക് ഒട്ടും വിശ്വാസം വന്നില്ല. ഇതൊക്കെ നിങ്ങൾ ഹിന്ദുക്കളുടെ പഴഞ്ചൻ അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് പറഞ്ഞ് അയാൾ പുച്ഛത്തോട് നടന്നുപോയി. മുല്ലുവീട്ടിൽക്കാരനവർ പുഞ്ചിരിച്ചു. അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല. 2 ദിവസം കഴിഞ്ഞ് ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കെല്ലാം കഴിഞ്ഞു. ജർമ്മൻ എഞ്ചിനീയർ റിപ്പയർ പണി പുനരാരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തിരുവനന്തപുരത്തെ സീമെൻസ് ഉപകരണങ്ങൾ വീണ്ടും ശരിയായി പ്രവർത്തിക്കുന്നു. ഇതെന്ത് മറിമായം! തങ്ങളുടെ പൊല്യൂഷൻ മീറ്റർ തിരിച്ചും മറിച്ചും നോക്കി, ഒരു മാറ്റവുമില്ല. ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും മാറിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് വീണ്ടും ഇത് പ്രവർത്തനം ആരംഭിച്ചത്? വളരെ വിഷണ്ണനായി കിടന്നുറങ്ങിയ ജർമ്മൻ എഞ്ചിനീയർ രാത്രി ഒരു സ്വപ്നം കണ്ടു. നീ ആ സ്വപ്നത്തിൻ്റെ കഥ നോക്ക്. എന്തായിരുന്നു സ്വപ്നം? മനോഹരമായ ഒരു ക്ഷേത്രം. ശ്രീകോവിലിനുള്ളിൽ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ അങ്കി കൊണ്ട് ആവരണം ചെയ്ത ഭഗവതിയുടെ വിഗ്രഹം. ചുറ്റമ്പലത്തിന് അകത്തായി വടക്ക് പരമശിവന്റെ പ്രതിഷ്ഠ, തെക്ക് ഗണപതി. കണ്ണകീ ചരിതം പാടി കാപ്പുകെട്ടി കുടിയിരുത്തുന്ന സർവാഭരണ വിഭൂഷിതയായ ദേവി. ക്ഷേത്രത്തിൽ ബാലന്മാരുടെ കുത്തിയാട്ടവും ബാലികമാരുടെ താലപ്പൊലിയും നടക്കുന്നു. വ്രതമെടുത്ത് ശുദ്ധിയോടെ റോഡരികിൽ അടുപ്പ് കൂട്ടി ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാലമ്മയോട് പ്രാർത്ഥിക്കുന്നു. അടുപ്പിൽ വിറക് കത്തുന്നു, പക്ഷേ പുക വരുന്നില്ല. ശുദ്ധമായ ഓക്സിജൻ എങ്ങും പരക്കുന്നു. അനന്തപുരി മുഴുവനും കോസ്മിക് പോസിറ്റീവ് എനർജിയിൽ ആറാടുന്നു. അതാ കൺമുന്നിൽ ഭഗവതിയുടെ രൂപം തെളിയുന്നു. സ്നേഹത്തോടെ ഭഗവതി അയാളോട് പറഞ്ഞു, മകനെ, നിന്റെ യന്ത്രങ്ങൾക്ക് ഒരു തകരാറുമില്ല. നീ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ശാന്തമായി ഉറങ്ങൂ മകനെ എന്നായിരുന്നു ആ അമ്മ പറഞ്ഞ വാചകം. ഉറക്കത്തിൽ നിന്ന് ജർമ്മൻ എഞ്ചിനീയർ ഞെട്ടി എഴുന്നേറ്റു. എല്ലാ തെറ്റുകളും പൊറുക്കണമെന്ന് ഏറ്റുപറഞ്ഞ് ഭഗവതിയെ വണങ്ങി. തൻ്റെ ശാസ്ത്രത്തിനും യന്ത്രങ്ങൾക്കും ഉപരിയായി ചില പ്രപഞ്ച സത്യങ്ങൾ ഉണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. രാവിലെ തന്നെ ടൂറിസ്റ്റുകാരെടുത്ത് ആറ്റുകാൽ മുല്ലുവീട്ടിൽക്കാരനവരെ സന്ദർശിച്ചു. ആ വയോവൃദ്ധൻ്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. ഒന്നും സംസാരിച്ചില്ല. പറയാതെ തന്നെ കാരണവർക്കെല്ലാം മനസ്സിലായി. മനസ്സറിഞ്ഞ് അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. വിശ്വാസം വരുന്നില്ലല്ലേ? എങ്കിൽ കേട്ടോളൂ. എല്ലാ വർഷവും ആറ്റുകാൽ ഭഗവതി താലപ്പൊലി കമ്മിറ്റിക്ക് ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകുന്നത് സീമെൻസ് എന്ന ബഹുരാഷ്ട്ര ഭീമൻ്റെ ഹോങ്കോങ് ഓഫീസ് ആണ്. കഴിഞ്ഞ കൊല്ലം 1 കോടി രൂപയാണ് അവർ സംഭാവന നൽകിയത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറിയായ അഡ്വക്കേറ്റ് രവീന്ദ്രൻ മേനോനെ സമീപിച്ചു തിരക്കാം. അല്ലെങ്കിൽ ഖജാൻജി ഡോക്ടർ മോഹനൻ നമ്പൂതിരി എന്നിവരോട് ചോദിക്കാം. സീമെൻസ് കമ്പനി ഈയിടെ ഒരു പുതിയ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ മാർക്കറ്റിൽ പുറത്തിറക്കി. അതിൻ്റെ പേരെന്താണെന്നറിയണ്ടേ? സീമെൻസ് ആറ്റുകാൽ CO487 സീരീസ് എന്നതാണ്. അപ്പോൾ ഇത്തരത്തിലെ മഹാമായയായ അമ്മയുടെ, ആദിപരാശക്തിയായ അമ്മയുടെ അത്ഭുതങ്ങളുടെ കഥയുമായി സീമെൻസ് കമ്പനി ഇന്നും ആറ്റുകാലമ്മയ്ക്ക് അനുഗ്രഹം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം അവർ ഏറ്റുവാങ്ങുന്നു. തിരിച്ച് അമ്മയുടെ കാര്യങ്ങൾ നന്നായി നടക്കുന്നതിന് വേണ്ടിയുള്ള പണപരമായിട്ടുള്ള സഹായങ്ങളെല്ലാം അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരം വാർത്തകളൊന്നും തന്നെ ഇന്നത്തെ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ പുരോഗമനവാദികളോ ഒന്നും തന്നെ ഈ വാർത്ത അറിയാത്ത പോലെയാണ് നടക്കുന്നത്. കാരണം എന്താ? അവർക്കൊക്കെ വേണ്ടത്, നമ്മൾ മാധ്യമ രംഗത്തേക്ക് നോക്കുമ്പോൾ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വിഷയങ്ങളുമാണ് കൂടുതലും അവർക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യം. എങ്കിലും ബഹളവും കോലാഹലങ്ങളുമില്ലാതെ പുണ്യഭൂമിയായ നമ്മുടെ നാട്ടിൽ ചില സനാതന സത്യങ്ങൾ നിലകൊള്ളുന്നു എന്ന് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവാം. ആ സനാതന സത്യങ്ങളുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസികളുടെ ഇടയിലെ അഗാധമായ സ്നേഹവും അഗാധമായ വിശ്വാസത്തിൻ്റെ നിറകുടമായി നമ്മളുടെ ഇടയിൽ ആറ്റുകാലമ്മ അങ്ങനെ വസിക്കുന്നു. അമ്മേ ശരണം, ദേവി ശരണം. അമ്മേ മഹാമായേ, നീ തന്നെ തുണை.
ഓക്കെ, അപ്പോൾ ആറ്റുകാലമ്മയുടെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു വസ്തുത എത്ര പേർക്കറിയാം? നമ്മുടെ ആറ്റുകാലമ്മ അവിടെ ഈ പൊങ്കാലയിടുന്ന ആ ഒരു സമയത്ത് ആറ്റുകാൽ ഭഗവതിക്ക് മുന്നിൽ ശാസ്ത്രം വരെ മുട്ടുമടക്കി എന്ന വസ്തുത ആർക്കെങ്കിലും അറിയുമോ? ഇതാണ് കഥ. അപ്പോൾ ഈ കഥ കേൾക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.